Chapter 7 Permutations and Combinations. Next section Combinations. പെർമുട്ടേഷൻസ് എന്താണെന്നും അതിന്റെ മീനിങ് എന്താണെന്നും അത് വെച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇനി കോമ്പിനേഷൻസ് ആണ്. കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. പെർമുട്ടേഷൻ അറേഞ്ച്മെന്റ് ആണെങ്കിൽ കോമ്പിനേഷൻ സെലക്ഷൻ ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് കൃത്യമായി അറിഞ്ഞിരിക്കണം. കാരണം നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനത് കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാണോ ചെയ്യേണ്ടത്, പെർമുട്ടേഷൻ ആണോ ഉപയോഗിക്കേണ്ടത്, NPR ആണോ അല്ലെങ്കിൽ NCR ആണോ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പൊ അത് അവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കാം. മൺഡേ എന്നുള്ള വാക്ക് MONDAY, അതിനകത്തുനിന്ന് 3 ലെറ്റേഴ്സ് ചൂസ് ചെയ്യുന്നു. MON ചൂസ് ചെയ്യുന്നു. MON എടുത്തു വെച്ചിട്ട് എത്ര രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാം? 3 ലെറ്റേഴ്സ് എടുക്കുന്നു. ഏത് MON തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു 3 എണ്ണം എടുക്കുന്നു. അത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ MON ആണെങ്കിൽ നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? MON എന്നുള്ള രീതി, പിന്നെ അടുത്തത് N ആദ്യം എഴുതാം, NOM എന്നുള്ള രീതി, അതുപോലെ OMN, ONM, അതുപോലെ ഇനി MNO, NMO. ഇത്രയും രീതികളിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാം. 6 രീതിയിലോട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും ഈ 3 ലെറ്റേഴ്സ് മാത്രം. അതുപോലെ അടുത്ത OND ആണ് എടുക്കുന്നതെങ്കിൽ, OND എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ NOD അങ്ങനെയുള്ള രീതിയിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്ത അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് DON. അപ്പൊ അതെല്ലാം എഴുതണമെന്നില്ല, നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊരു 6 എണ്ണം ഈ ഒരു രീതിയും കാണും. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ രീതികൾക്കും ഈ 6 അറേഞ്ച്മെന്റ്സും കൂടി കാണും. നമ്മൾ ഈ അറേഞ്ച്മെന്റ് ആണ് പെർമുട്ടേഷൻ. പെർമുട്ടേഷൻ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം എണ്ണം 1, 2, 3, ഇവിടെ 6 എണ്ണം, ഇവിടെ 6 എണ്ണം, ഇനിയുള്ളത് ആ 3 എണ്ണത്തിന് 6 എണ്ണം, അങ്ങനെ കണ്ടുപിടിക്കണം. ആ നമ്പർ ആണ് നമുക്ക് ഒറ്റ ഇക്വേഷൻ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞത്. 6p3 അല്ലെ, 6 എണ്ണം അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് 3 എണ്ണം സെലക്ട് ചെയ്തു. അങ്ങനെ എത്ര അറേഞ്ച്മെന്റ്സ് 6p3 എത്ര ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അത്രയും രീതികൾ നമുക്കുണ്ടാകും. കോമ്പിനേഷൻസ് എടുക്കുകയാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ പറയാണ്. കോമ്പിനേഷൻസ് എത്ര എണ്ണം നമുക്ക് 3 എണ്ണം വെച്ച് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. 3 എണ്ണം വെച്ച്, നേരത്തെ പറഞ്ഞത് 3 എണ്ണം വെച്ച് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് പെർമുട്ടേഷൻ നോക്കിയത്. ഇതിപ്പോ ക്വസ്റ്റ്യൻ വന്നത് 3 എണ്ണം എടുത്തുകൊണ്ട് ഈ മൺഡേ എന്നുള്ള വാക്കിലെ ലെറ്റേഴ്സിൽ നിന്നും 3 എണ്ണം വീതം എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് MON എടുക്കുക. അത് ഒറ്റ രീതി ആവത്തുള്ളൂ. സെലക്ഷൻ പ്രകാരം ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരൊറ്റ രീതി, അതാണ് കോമ്പിനേഷൻ. കോമ്പിനേഷൻ ഓഫ് 3 ലെറ്റേഴ്സ്. ആ 3 എണ്ണത്തിന് കോമ്പിനേഷൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ സെറ്റ് പഠിച്ചു, MON. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഈ സെറ്റിന് വ്യത്യാസമില്ല അല്ലെ. അതേ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ കോമ്പിനേഷന്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കൂട്ടം എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമില്ല. അറേഞ്ച്മെന്റ് ഇവിടെ ഒരു ഫാക്ടർ അല്ല. അപ്പൊ നമ്മളിവിടെ പറയുന്നു ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സെലക്ഷൻ, പിന്നെ ONDക്ക് വേറൊരു സെലക്ഷൻ, അങ്ങനെ എത്ര സെലക്ഷൻ. അതാണ് നമ്മൾ പഠിക്കുന്ന NCR എന്നുള്ള ഇക്വേഷൻ. NCR എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി നമ്പേഴ്സ്, N ആണ്. R എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുന്നു, സെലക്ഷൻ ഓഫ് R objects at a time. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ ഉണ്ട്. NCR is equal to N factorial by R factorial into N minus R factorial. അപ്പൊ NPRന്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? NPR equal to N factorial by N minus R factorial അല്ലെ. N minus R factorial. അതിനെ ഒന്ന് R factorial കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് NCR കിട്ടും. NPR അങ്ങ് C ആയി മാറും. ഇവിടെ R ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. അപ്പൊ ഈ R ഫാക്ടോറിയലിന്റെ കണക്ക് എവിടുന്ന് വന്നതാ? R എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എണ്ണം എടുക്കുന്നു എന്നനുസരിച്ചാണ് അല്ലെ. അപ്പം ഇവിടെ 3 എണ്ണം എടുക്കുന്നു. 3 ഫാക്ടോറിയൽ, ഇത്രയും പകരം നമ്മൾ 1 എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് 3 ഫാക്ടോറിയൽ നമ്പേഴ്സ് ഉണ്ടോ? 3 എണ്ണല്ലേ എടുത്തത്. 3 ഫാക്ടോറിയൽ എത്രയാണ്? 6 ആണ്. 6 എണ്ണം ഉണ്ടല്ലോ. ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കിട്ടുന്ന നമ്പേഴ്സ് പെർമുട്ടേഷനെ, അതായത് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സിനെ R ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് കിട്ടും. That is NCR is equal to NPR divided by R ഫാക്ടോറിയൽ. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് തന്നെയാണ്. ഈ 2 ഇക്വേഷൻ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് ഇങ്ങനെ എഴുതാം. A combination is a selection of some or all of a number of different objects.
NCR is equal to n factorial by n minus r factorial into r factorial. ഓക്കെ, അപ്പൊ n ആണ് ടോട്ടൽ നമ്പർ. അതിനകത്ത് നമ്മൾ 6 എണ്ണത്തിനെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിലാക്കും സെലക്ഷൻ നടത്താം എന്ന് ചോദിക്കുന്നതാണ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ ആണോ, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണോ, സെലക്ഷൻ ആണോ എന്ന് നല്ലതുപോലെ നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. അപ്പൊ ഇതിന്റെ കുറച്ച് റിമാർക്സ് ഉണ്ട്. ആ റിമാർക്സ് ഒക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ റിമാർക്ക്, ഇൻ കോമ്പിനേഷൻ ഓർഡർ ഈസ് നെഗ്ലിജിബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ അറേഞ്ച്മെന്റിന്റെ ഓർഡർ MONും NOMും ഒക്കെ നമ്മൾ കോമ്പിനേഷനിൽ ഒന്നായിട്ടാണ് കൂട്ടുന്നത്. ഒറ്റ സെലക്ഷൻ ആണ്. ഇനി കോമ്പിനേഷൻ ഓർഡർ ഇസ് നെഗ്ലിജിബിൾ, അതാണ് ഒന്നാമത്തെ റിമാർക്കായിട്ട് എഴുതുന്നത്. രണ്ടാമത്തെ റിമാർക്ക്, NCR ഇസ് ഈക്വൽ ടു NPR ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ. നേരത്തെ നമ്മൾ പറഞ്ഞ NPRനെ വീണ്ടും ഒരു R ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് NCR കിട്ടുന്നത്, നമ്പർ ഓഫ് കോമ്പിനേഷൻസ്, നമ്പർ ഓഫ് സെലക്ഷൻസ് കിട്ടുന്നത്. അതുപോലെ NC0 ഒന്ന് നോക്കാം, എങ്ങനെ വരും? N factorial divided by n minus 0 factorial into 0 factorial. That is n factorial by n factorial into 0 factorial. n factorial n factorial cancel ചെയ്തു പോയി. 0 factorial 1 ആണ്. That is 1 is the answer. അടുത്ത നാലാമത്തെ റിമാർക്ക്, NCN എന്ന് പറഞ്ഞാൽ എത്ര വരും? n factorial divided by n minus n factorial into n factorial. This is also n factorial by 0 factorial into n factorial is equal to 1. It's also equal to 1. അതുപോലെ അഞ്ചാമത്തെ റിമാർക്കായിട്ട് എഴുതുക, NCX is equal to NCY ആണെങ്കിൽ, അതായത് NCRന്റെ സ്ഥലത്തുള്ള രണ്ട് സെലക്ഷൻ നമ്മൾ ഒരുപോലെ എഴുതുകയാണെങ്കിൽ NCX is equal to NCY ആണെങ്കിൽ ഒന്നുകിൽ x is equal to y ആയിരിക്കും, ഓർ x plus y is equal to n ആയിരിക്കും. ഇതൊരു റിസൾട്ട് ആണ്. ഒന്നുകിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യുന്നത് n ആയിരിക്കും. ഇനി ഈ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇക്വേഷന്റെ അല്ലാതെ നമുക്കൊരു പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 9C2 ആണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്? 9 ഫാക്ടോറിയൽ ബൈ 9 മൈനസ് 2 ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 9 2 അതിന്റെ ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് 7 ആണ്. 7ഉം ആ 6ഉം ഈ കിടക്കുന്ന 6ഉം. ഓക്കെ, അപ്പൊ ഈ രണ്ടെണ്ണം എടുത്തിട്ട് ഇതിനകത്ത് ഏതാണ് ചെറുത് നോക്കാം. അപ്പൊ ഇതാണ് ചെറുത്. 9ഉം 2ഉം വന്നാൽ അതിന്റെ ഡിഫറൻസ് ആണോ ചെറുത്, അതല്ലാതെ 2 ആണോ ചെറുത് നോക്കുക. 2 ആണ് ചെറുത്. അങ്ങനെയാണെങ്കിൽ 9 into 8 ഒരെണ്ണം വീതം കുറച്ച്, രണ്ടെണ്ണം അല്ലേ, 2 പ്രാവശ്യം എഴുതുക. ഓക്കെ, രണ്ടെണ്ണം 2ആണ് ചെറുത്, അതുകൊണ്ട് നമ്മൾ 1 വീതം കുറച്ച് എഴുതുന്നു. എല്ലാത്തിലും 1 വീതം കുറച്ചാണ് എഴുതേണ്ടത്. അപ്പൊ എത്ര പ്രാവശ്യം എഴുതണം? ഈ 2 എന്നുള്ള നമ്പർ 9 into 8 താഴെ 1 into 2. ഓക്കെ, ഇതായിരിക്കും ആൻസർ. 9 4s are 36. അപ്പൊ ഇത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിക്കാം. എന്നാലും കുറച്ചും കൂടി എളുപ്പമായിട്ടായിരിക്കും ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കോമ്പിനേഷൻ കണ്ടുപിടിക്കാം. വേറൊരു എക്സാമ്പിൾ നോക്കാം. 6C4 കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പറഞ്ഞു ഈ 6ന്റെയും 4ന്റെയും ഡിഫറൻസ് 2 ആണ്, അല്ലെങ്കിൽ ഈ 4. ഇനി അതേതാണ് ചെറുത്? ഇതാണ് ചെറുത്. അപ്പൊ നമുക്ക് 6 into 5 1 വീതം കുറച്ച് 2 പ്രാവശ്യം എഴുതി, 2 പ്രാവശ്യം എഴുതി, ഡിവൈഡഡ് ബൈ 1 into 2. ദാറ്റ് ഈസ് ഇത് എത്ര മേളിൽ എത്രയാണോ അത്രയും തന്നെ താഴെ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. 1 into 2. അപ്പം 2 6 3 വെട്ടും. ഓക്കെ, ഈക്വൽ ടു 15. 6C4ന്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടി, 15. അതുപോലെ 19C17 എഴുതി. അപ്പൊ 17 ആണോ ചെറുത്? 19 മൈനസ് 17 ആയ 2. ഇവിടെയും 2 വന്നു. നമുക്കൊരു 1916 എടുക്കാം. വേറൊരു ക്വസ്റ്റ്യൻ എടുക്കാം. 19C16 നമ്മൾ നോക്കുവാണെങ്കിൽ 16 ആണോ ചെറുത്, അല്ലെങ്കിൽ 19 മൈനസ് 16, 19ന്റെയും 16ന്റെയും കൂടി ആ ഒരു ഡിഫറൻസ് 3 ആണോ ചെറുത്? 3 ആണ് ചെറുത് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതാം 19 into 18 into 17. 3 പ്രാവശ്യം എഴുതണം, ഈ 3 ആയതുകൊണ്ട്, ബൈ 1 into 2 into 3. ഓക്കെ, അപ്പൊ ഇനി ഇത് ക്യാൻസൽ ചെയ്ത് 6, അതുപോലെ ഇത് ക്യാൻസൽ ചെയ്ത് 3. ഓക്കെ, ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്കൊരു എളുപ്പത്തിന് ഒരു രീതിയുണ്ട്, അതുകൂടെ ചെയ്യണം. ഇനി എക്സസൈസിലേക്ക് പോകാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. NC8 is equal to NC2 ആണെങ്കിൽ ഫൈൻഡ് NC2. NC2 എത്രയാണ്? NC2 കണ്ടുപിടിക്കാൻ നമുക്ക് n ന്റെ വാല്യൂ അറിയണം അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചതാണ്. NCx is equal to NCy ആണെങ്കിൽ ഒന്നുകിൽ x is equal to y ആയിരിക്കും, അല്ലെങ്കിൽ x plus y is equal to n ആയിരിക്കും. അപ്പൊ ഇതെന്തായാലും ആവത്തില്ല, കാര്യം 8 is equal to 2 നമുക്ക് പറയാൻ പറ്റില്ല. 8 plus 2 is equal to n ആയിരിക്കും. അപ്പൊ n ന്റെ വാല്യൂ എത്രയാണ്? 10 കിട്ടി. ഓക്കെ, അപ്പൊ പിന്നെ NC2 കണ്ടുപിടിക്കാം. NC2 is equal to 10C2. ദാറ്റ് ഈസ് നമ്മളിത് നേരത്തെ ചെയ്താണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. 10ന്റെയും 2ന്റെയും ഡിഫറൻസ് 8. 8 ആണോ വലുത് ചെറുത്? 2 ആണോ ചെറുത്? 2 ആണ് ചെറുത്. അപ്പം 10 into 9 into divided by 1 into 2. That is 9 5s are 45. 45 is the required answer. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡിറ്റർമിൻ n if 2nC3 is to nC2 is equal to 12 is to 1. അപ്പൊ ഈസ് ടു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഡിവൈഡ് ബൈ ആണ് മീനിങ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് 2nC3 ഡിവൈഡഡ് ബൈ nC2 എന്ന് പറയുന്നത് 12 by 1 ആണ്. 12 by 1 12 ആണ്. അപ്പൊ ഇതിന് ഇക്വേഷൻ ഒക്കെ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ ഇടുന്നതിന് മുൻപ് നമ്മൾ നേരത്തെ എങ്ങനെ പറഞ്ഞത് 9C2 ആണെങ്കിൽ 9 into 8 ഡിവൈഡ് ബൈ 1 into 2 എന്ന് പറഞ്ഞു. ഇനിയിപ്പം ഇതിന്റെ ഡിഫറൻസ് 7 ആണ്. 7ഉം 2ഉം കൂടെ എടുത്തപ്പം 2 ആണ് ചെറുത്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. അതല്ല 7 വെച്ചിട്ടാണ് എഴുതുന്നത്, 7 എണ്ണം നമുക്ക് എഴുതണം. 9 into 8 into 7 into 6 into ഇപ്പൊ 4 എണ്ണമായി. 5 into 4 into 3. ഇപ്പൊ 7 ആയില്ലേ? 7 നമ്പേഴ്സ് ആയി. താഴെയും 1 into 2 into 3 into 4 into 5 into 6 into 7. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ 3 4 5 6 7ഉം 3 4 5 6 7ഉം അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. ഇത് തന്നെയാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് ആൻസർ വരും. ഇത് വെറുതെ എഴുതണ്ട എന്നുള്ള രീതിയിലാണ് ചെറുതെടുക്കാൻ പറഞ്ഞത്. അപ്പൊ ഇനി ഇവിടെ 2nC3 ആയതുകൊണ്ട് 3 ആണോ ചെറുത് 2n - 3 ആണോ ചെറുത് എന്ന് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് 3 ആണ് ചെറുത് എന്നുള്ള രീതിയിൽ അങ്ങ് എഴുതാം. അതായത് 2n ഒരെണ്ണം വീതം കുറച്ച് എഴുതാനല്ലേ പറഞ്ഞത്. 2n - 1 ഒരെണ്ണം കൂടെ വേണ്ടേ? 2 ഉള്ളൂ. 2n - 2 divided by 1 into 2 into 3. ഇതാണ് ഈ 2nC3ക്ക് മാത്രം എഴുതിയ റിസൾട്ട് ആണിത്. ഡിവൈഡഡ് ബൈ ഒരു NC2 കൂടെ ഉണ്ട്. അപ്പം n into n - 1 ഡിവൈഡഡ് ബൈ 1 into 2 അല്ലെ, 2 എണ്ണം ഉള്ളതുകൊണ്ട് n into n - 1 by 1 into 2 is equal to 12. ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഒരു n ക്യാൻസൽ ചെയ്യാം അല്ലെ, n ക്യാൻസൽ ചെയ്യാം. അതുപോലെ n - 1ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ കിടപ്പുണ്ട് ഒരു 2 ഇനി പുറത്തെടുത്താൽ ഇവിടെ n - 1 ആകും. അപ്പൊ ഇത് നമുക്ക് വെട്ടിക്കൊണ്ട് 2 എന്ന് എഴുതാം. 2 into n - 1 ആണ് 2n - 2. അപ്പൊ ഇനി 1ഉം 2ഉം വെട്ടാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ബാക്കി കിട്ടിയ എത്രയാണ്? 4 into 2n - 1. ഈ മുകളിൽ അങ്ങനല്ലേ, 4 into 2n - 1 by 3. ഇതിന്റെ താഴെ ഒന്നുമില്ല അല്ലെ, ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. is equal to 12. ഇനിയുള്ളത് ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് എഴുതാം. 4 into 2n - 1 is equal to 12 into 3. 2n - 1 is equal to 12 into 3 by 4. ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി. 3 is equal to 9. 2n is equal to 10 വരും. ഈ 1 അങ്ങ് അപ്പുറത്ത് പോയി 10 വന്നു, which implies n is equal to 5. n-ന്റെ വാല്യൂ നമുക്ക് 5 കിട്ടി. അതിൽ തന്നെ രണ്ടാമതായിട്ടൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. 2nC3 is to nC3 is equal to 11 is to 1 എന്നുള്ളത്. ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതേ മെത്തേഡ് ചെയ്ത് നമുക്ക് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 4 ഒന്ന് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യനിൽ in how many ways can a team of 3 boys and 3 girls be selected from 5 boys and 4 girls? ഇത്തരം ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണം. അറേഞ്ച്മെന്റ് ആണോ, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ആണോ, അല്ലെങ്കിൽ സെലക്ഷൻ ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ച് നോക്കണം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 3 ബോയും 3 ഗേളും ക്യാൻ ബി സെലക്റ്റഡ്. സെലക്ഷൻ ആയതുകൊണ്ട് കോമ്പിനേഷൻ C ആണ് ഉപയോഗിക്കേണ്ടത്. NCR എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 3 ബോയ്സും 3 ഗേൾസും. അപ്പൊ ഇനിയുള്ള പ്രോബ്ലംസ് എല്ലാം പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഈ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അത് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് അവരുടെ സെലക്ഷൻ നടത്തുന്നത്, ആ രീതിയിൽ തന്നെയാണ് പോകേണ്ടത്. എത്രയാണ് അവൈലബിൾ ഡേറ്റ,
അവൈലബിലിറ്റി എത്രയുണ്ട്, അതിനകത്തുനിന്ന് എത്ര എണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നു, എടുക്കുന്നു, കോമ്പിനേഷൻ ആയിട്ട് എടുക്കുന്നു എന്ന് ഉള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇക്വേഷൻ എഴുതാൻ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ടീം സെലക്ട് ചെയ്യണം. 3 boys and 3 girls. 3 boys 3 ഗേൾസിനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, നമുക്ക് അവരെ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, എവിടെ നിന്ന്? ഫ്രം 5 boys and 4 girls. 5 boys and 4 girls. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 5 ബോയ്സിനെ എങ്ങോട്ട് നേരത്തെ നിർത്തിയിട്ട് 3 പേരാണത് സെലക്ട് ചെയ്യും അല്ലെ. അതുപോലെ 4 ഗേൾസിനെ അവിടെ നിർത്തിയിട്ട് 3 ഗേൾസിനെ സെലക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ, അതായത് ഈ ഒരു സെലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? 5 പേരിൽ നിന്നും 3 പേർ, 5 ബോയ്സിൽ നിന്നും 3 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ അവൈലബിൾ ഡേറ്റ 5, സെലക്ഷൻ ആണ് കോമ്പിനേഷൻ. എത്ര പേരെ ടേക്കൺ അറ്റ് എ ടൈം? 3. 5C3 is the answer of this one. ഓക്കെ, അതുപോലെ ഇവിടെ ഗേൾസിന്റെ കാര്യത്തിൽ 4 ഗേൾസ് ഉണ്ട്, 3 പേരെ സെലക്ട് ചെയ്യണം. നമ്മൾ ആ 3 ഗേൾസിനെ സെലക്ട് ചെയ്യും. എവിടെ നിന്ന്? 4 പേരിൽ നിന്ന്. അപ്പൊ ടോട്ടൽ അവൈലബിൾ ഡേറ്റ 4. കോമ്പിനേഷൻ ആണ്, സെലക്ഷൻ ആണ്. അവിടെയും 3 ആൾക്കാരായതുകൊണ്ട് 4C3. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് നടത്താം. രണ്ടും ഒരുമിച്ച് നടത്തണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം, അത് ഓർത്തോണം. ഇപ്പൊ 2 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യണം. ഇങ്ങനെ കേസിലാണെങ്കിൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഏതെങ്കിലും ഒന്ന് മതി എങ്കിൽ അവിടെ അഡിഷൻ ആണ്. ആ ഒരു കാര്യം മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ എഴുതാനൊന്നുമില്ല. ഇങ്ങനെ ഒരു 5, 3 എന്നൊക്കെ ഒന്ന് എഴുതി നോക്കിയിട്ട് നമ്പർ ഓഫ് സെലക്ഷൻ, അതായത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളത്, എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം, അറേഞ്ച്മെന്റ് അല്ല, ഇവിടെ സെലക്ട് ചെയ്യാന്നുള്ളത്. നമ്പർ ഓഫ് സെലക്ഷൻ ഇസ് ഈക്വൽ ടു 5C3 into 4C3. പിന്നെ 5C3 എങ്ങനെ കാണും? 5ഉം 3യും ഡിഫറൻസ് 2, 2 ചെറുത് അല്ലെ. 5 into 4 ഡിവൈഡഡ് ബൈ 1 into 2, ഇതാണ് 5C3 into 4C3. എങ്ങനെ എഴുതും? 4ഉം 3യും കൂടെയുള്ള ഡിഫറൻസ് 1 ആണ്. അപ്പൊ 4 മാത്രം ബൈ 1. ഓക്കെ, അപ്പോ ഇനി ഇവിടുത്തെ കണ്ടീഷൻസ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 5 2s are 10 into 4 is equal to 40. അപ്പൊ 40 രീതിയിൽ നമുക്ക് ഇങ്ങനെ ഗേൾസിനെയും ബോയ്സിനെയും സെലക്ട് ചെയ്യാം. 5th question, find the number of ways of selecting 9 balls from 6 red balls, 5 white balls and 5 blue balls if each selection consists of 3 balls of each color. തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ മീനിങ് നല്ലതുപോലെ മനസ്സിലാക്കണം. നമുക്ക് ഒരു 9 ബോൾസ് സെലക്ട് ചെയ്യണം അല്ലെ. 9 ബോൾസ് സെലക്ട് ചെയ്യണം, എടുക്കണം. എവിടെ നിന്നാണ്? 6 റെഡ് ബോൾസ് ഉണ്ട്, അതുപോലെ 5 വൈറ്റ് ബോൾസ് ഉണ്ട്, 5 ബ്ലൂ ബോൾസും ഉണ്ട്. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് 9 എടുക്കണം. ഈച്ച് സെലക്ഷൻ കൺസിസ്റ്റ് ഓഫ്, അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് വരുന്ന ഓരോ സെലക്ഷനും കൺസിസ്റ്റ് ഓഫ് 3 balls of each color. ഓരോന്നിൽ നിന്നും 3 വെച്ചാണ് എടുക്കേണ്ടത്. അങ്ങനെയാണ് 9 എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നല്ലതുപോലെ മനസ്സിലാക്കി അതിന്റെ മീനിങ് മനസ്സിലാക്കണം. വലിയ പാടൊന്നും ആയിരിക്കത്തില്ല, സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളായിരിക്കും. അഥവാ ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സൈഡിൽ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് വായിച്ച് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും 9 ബോൾസ് സെലക്ട് ചെയ്യണം. 3 എണ്ണം, ഓരോ കളറും 3 എണ്ണം വെച്ചുണ്ടാകണം. നമുക്ക് അവൈലബിലിറ്റി ഇങ്ങനെയൊക്കെയാണ്: 6 റെഡ്, 5 വൈറ്റ്, 5 ബ്ലൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെലക്ഷൻ നോക്കാം. 6 റെഡിൽ നിന്ന് 3 ബോൾ എടുക്കണം. സിമ്പിൾ, 6C3. 5 വൈറ്റിൽ നിന്നും 3 ബോൾ എടുക്കണം. 5C3. 5 ബ്ലൂവിൽ നിന്നും 3 ബോൾ എടുക്കണം. 5C3. ഇതെല്ലാം ഒരുമിച്ച് എടുക്കുകയും വേണം അല്ലെ. 9 എണ്ണം ഉണ്ടാക്കണ്ടേ, 3 3 3 വെച്ചിട്ട്. അപ്പൊ ഒരുമിച്ച് എടുക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഇതിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെ ഇട്ടിരുന്നാലും നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ ആണ്. കാൽക്കുലേഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. മാത്തമാറ്റിക്സ് ഷുഡ് ബി ഓൾവേസ് പെർഫെക്റ്റ്. അപ്പൊ 6C3 എന്ന് പറയുന്നതിന്റെ ആൻസർ 6 into 5 into 4 ഡിവൈഡഡ് ബൈ 1 into 2 into 3. ഇതും 3യും പിന്നെ ഡിഫറൻസ് എടുത്താലും 3 കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇൻറ്റു 5C3 വരുമ്പോൾ 2 ഡിഫറൻസ്. അപ്പം 2 പ്രാവശ്യം എഴുതാം. 5 into 4 ഡിവൈഡ് ബൈ 1 into 2. അത് തന്നെയാണ് അടുത്തത്. 5C3 തന്നെയാണ്. 5 into 4 ഡിവൈഡ് ബൈ 1 into 2. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാം വേണമെങ്കിൽ ഒരുമിച്ച് ക്യാൻസൽ ഒക്കെ ചെയ്യാം. ഇവിടുത്തെ 2 ക്യാൻസൽ ചെയ്യാം. ഇവിടുത്തെ 2 പോകും. അതുപോലെ ഈ 2ഉം 3യും പോയി 6ഉം അങ്ങ് കളയാം. 20 into 10 into 10. ദാറ്റ് ഈസ് 2000. 2000 വേസിൽ ഇത് സെലക്ട് ചെയ്യാം.
3 ബോൾ സെയിം കളർ കൊണ്ടാക്കി ബോളുകൾ മാറ്റി മാറ്റി എടുക്കാമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2000 രീതിയിൽ ഈ കോമ്പിനേഷൻ നമുക്ക് പോസിബിൾ ആണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പം നോക്കാം. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം കണ്ടാൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് 2 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നത്. ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിന്റ്സ് ഓൺ എ സർക്കിൾ? ഒരു സർക്കിളിൽ നമുക്ക് എത്ര കോഡ്സ് വരയ്ക്കാൻ പറ്റും? 21 പോയിന്റ്സ് എടുത്തതിന് ശേഷം എത്ര കോഡ്സ് വരയ്ക്കാൻ പറ്റും? ഇതിന്റെ കോഡ്സ് എന്താണ്? ഡയമീറ്റർ സെന്ററിൽ കൂടി അല്ലാതെ, ഡയമീറ്റർ അല്ലാത്ത ഏതൊരു ലൈനെയും നമുക്ക് കോഡ്സ് എന്ന് വിളിക്കാം അല്ലെ. ഒരു സർക്കിളിലെ 2 പോയിന്റുകൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഏതൊരു സ്ട്രെയിറ്റ് ലൈനെയും കോഡ് എന്ന് വിളിക്കാം. അപ്പൊ ഇങ്ങനെ 21 പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സർക്കിളിനകത്ത്. 2 പോയിന്റ് ഇത് 21 പോയിന്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 21 പോയിന്റിൽ കൂടി നമുക്ക് എത്ര കോഡ്സ് വരയ്ക്കാം? ഇപ്പം 1, 2 പോയിന്റ് ഇത് നമ്മളൊരു കോഡ് വരച്ചു. 3, 4 പോയിന്റ് മാർക്ക് ചെയ്തു. നമ്മൾ ഈ 1, 2, 3, 4 പോയിന്റുകൾ മാർക്ക് ചെയ്തു. അപ്പൊ 1ഉം 2ഉം തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് കോഡ് വരയ്ക്കാം. അതുപോലെ 1ഉം 3ഉം തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കാം. 2ഉം 3ഉം ചെയ്തുകൊണ്ട് വരയ്ക്കാം. 2ഉം 4ഉം കണക്ട് ചെയ്ത് വരയ്ക്കാം. അങ്ങനെയൊക്കെ എങ്ങനെ എത്ര കോഡ്സ് വരയ്ക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കോമ്പിനേഷൻ രീതിയിലാണ് ചെയ്യുന്നത്. കാര്യം എന്താ? നമുക്കൊരു കോഡ് വരയ്ക്കണമെങ്കിൽ എത്ര പോയിന്റ് വേണം? 2 പോയിന്റ് അല്ലെ. നമ്മൾ 21 പോയിന്റ് ഇതിനകത്തുണ്ട്. അതിൽ നിന്നും 2 പോയിന്റിനെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടി? കോഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സെലക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ നമുക്കിവിടെ അവൈലബിലിറ്റി 21 കോമ്പിനേഷൻ ആണ് അല്ലെ, സെലക്ഷൻ ആണ്. അതുകൊണ്ട് കോമ്പിനേഷൻ എഴുതി. എത്ര പേരെയാണ് സെലക്ട് ചെയ്യുന്നത്? അറ്റ് എ ടൈം ആണല്ലോ ഇവിടെ എഴുതുന്നത്. അറ്റ് എ ടൈം 2 പോയിന്റ്സ് സെലക്ട് ചെയ്യുന്നത്. 21 പോയിന്റ്സിന് 2 പോയിന്റ്സ് സെലക്ട് ചെയ്ത് 21 C2 ആണ് ഇതിന്റെ ആൻസർ. ദാറ്റ് ഈസ് 21 into 20 divided by 1 into 2. 2ഉം 20യുടെ ഡിവൈഡ് ചെയ്യാം. 210. 210 കോഡ്സ് നമുക്ക് വരയ്ക്കാം 21 പോയിന്റ്സ് ഉണ്ടെങ്കിൽ. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ആൾക്കാർ ഒരു മീറ്റിംഗിൽ വന്നു. കുറച്ച് ആൾക്കാരല്ല, ഒരു 10 പേര് ഒരു മീറ്റിങ്ങിന് വന്നു. അവർ തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു. അപ്പൊ അവിടെ നടക്കുന്ന ഷേക്ക് ഹാൻഡ്സിന്റെ എണ്ണം അതും ഇതേ കേസാണ്. നമ്മൾ ഈ 10 ആൾക്കാരെ ഒന്ന് റൗണ്ടിന് ഇരുത്തിയിട്ട് തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്യാൻ പറയാണ്. റൗണ്ടിന് ഇരുത്തിയില്ലേലും കുഴപ്പമില്ല, അവർ തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്യാണ്. അവർ 2 പേരല്ലേ ഒരു സമയം ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത്. അപ്പം 10 എണ്ണം അറ്റ് എ ടൈം 2 പേര്. അപ്പൊ 10 C2 ആണ് അവന്റെ ആൻസർ. 10 ആണെങ്കിൽ 10 ആൾക്കാരാണ് വന്നതെങ്കിൽ, എന്നാണെങ്കിൽ n C2. അപ്പൊ ഇങ്ങനെ വേണം അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ. 6th question. Determine the number of 5 card combination out of a deck of 52 cards if there is exactly 1 ace in each combination. ഒരു കാർഡിനകത്ത് സെറ്റ് ഓഫ് കാർഡ്സ് അറിയാം, നമ്മൾ കളിക്കുന്ന കാർഡ്സിനകത്ത് 52 ഉണ്ടായിരിക്കും. അപ്പൊ ഈ 52 പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ഡെക്ക് എന്ന് പറഞ്ഞാൽ 52 കാർഡ്സ് ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കുട്ടികൾക്ക് അറിയാം, ഈ 52 കാർഡ്സിനകത്ത് നമുക്ക് ബ്ലാക്കും റെഡും കളറാണ് വരുന്നത്. അതുപോലെ 4 സിമ്പിൾസ് ആണ് വരുന്നത്. അപ്പൊ അത് അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് കാർഡ്സ് വാങ്ങിച്ച് നിങ്ങൾ നോക്കുക. കാര്യം നമുക്കിവിടെ ഈ ഒരു ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. അതേപോലെ പ്രോബബിലിറ്റി എന്നൊരു ചാപ്റ്ററിനകത്ത് കുറെ കാർഡ് പ്രോബ്ലംസ് വരുന്നുണ്ട്. അതായത് ഇതിനകത്ത് സെലക്ഷൻ, കാർഡ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, പ്രോബബിലിറ്റി ലാസ്റ്റ് ചാപ്റ്ററിൽ. അപ്പൊ അടുത്ത വർഷവും ഉണ്ട് കാർഡ് പ്രോബ്ലംസ്. അപ്പൊ അങ്ങനെയുള്ള അതിനകത്ത് കാർഡിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 52 കാർഡ്സിനകത്ത് 2 കളർ, ബ്ലാക്ക് ആൻഡ് റെഡ്, 4 ചിഹ്നങ്ങൾ, 4 സിമ്പിൾസ്. ഏതൊക്കെയാണത്? ഹാർട്ട്, ഡയമണ്ട്, അതുപോലെ സ്പേഡ്, ക്ലബ്സ്. ഇത്രയും 4 ചിഹ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ നമ്പേഴ്സും 4 എണ്ണം വീതമുണ്ട്. 4 ചിഹ്നത്തിലുള്ള 2 കളറുകളിലുള്ള 4 എണ്ണം. ഇപ്പൊ 10 തന്നെയാണെങ്കിൽ 10 എന്ന് പറയുന്ന നമ്പർ ഓരോ ചിഹ്നത്തിലുണ്ട്. അതായത് ഹാർട്ടിലെ ഒരു 10, സ്പേഡിലെ ഒരു 10, ക്ലബ്സിലെ ഒരു 10, ഡയമണ്ടിലെ ഒരു 10. അങ്ങനെ 4 എണ്ണം ഉണ്ട്. ഡയമണ്ടും ഹാർട്ടും എപ്പോഴും റെഡ് കളറിലായിരിക്കും. മറ്റേ 2 കളർ എപ്പോഴും ബ്ലാക്ക് കളറിലായിരിക്കും. അതുപോലെ ഫേസ് കാർഡ്സ് എന്ന് വിളിക്കുന്നത് ജാക്ക്, ക്യൂൻ, കിങ്, ഇവര് 3 പേരെയാണ് ഫേസ് കാർഡ്സ്. ഈ ജോക്കർ എന്നൊക്കെ ഉള്ളത് ഇതിനകത്ത് വരുന്ന ഒഫീഷ്യലായിട്ട് വരുന്ന ആൾക്കാരല്ല, അതൊക്കെ വേറെയാണേ. അതല്ലാതാണ് നമുക്ക് ഈ 52 കാർഡ്സ്. അപ്പം ഫേസ് കാർഡ്സ് ഇവര് 3 പേരുമാണ്. അതും ഓരോന്നും 4 എണ്ണം വീതമുണ്ട്. ഈ എയ്സ് എന്ന് പറഞ്ഞത് 1 എന്ന നമ്പറിന്റെ പകരം ഉള്ളതാണ് അല്ലെ. 1 എയ്സ് എന്നൊരു വലിയൊരു സ്പേഡിന്റെ ചിഹ്നമുള്ള എയ്സ് 4 എണ്ണം ഉണ്ട് ഓരോ ചിഹ്നത്തിലുള്ളത്. ഓക്കെ, അപ്പം
അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കാർഡ് പ്രോബ്ലത്തിൽ ആവശ്യമുണ്ട്. അതൊക്കെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് 52 ആണ് അവൈലബിലിറ്റി. 52 കാർഡ്സ് കയ്യിലുണ്ട്. അതിനകത്ത് നിന്ന് എത്ര എടുക്കണം? ഒരു 5 കാർഡ് കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ അതൊരു ചെറിയ 52C5 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. വെറുതെ അങ്ങ് കാർഡ് സെലക്ട് ചെയ്യുവല്ല. അതിനകത്തൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇഫ് ദർ ഈസ് എക്സാക്ട്ലി 1 ace, ആ ഒരു ഈ 5 കാർഡ് കോമ്പിനേഷനിൽ ഒരൊറ്റ ഏസ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പറയാണ് നമ്മൾ എങ്ങനെ ചെയ്യും. നമുക്കൊരു 52 കാർഡ് ഒരു പെട്ടിയിൽ നമ്മുടെ മുമ്പിലോട്ട് വെച്ച് തന്നിട്ട് പറയാണ് ഒരു 5 എണ്ണം സെലക്ട് ചെയ്യണം, അതിനകത്ത് ഒരെണ്ണം ഏസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിത് ചുമ്മാ 5 എണ്ണം എടുക്കുകയല്ലോ. അതിനകത്ത് ഏസിനെ മാറ്റി വെക്കും അല്ലേ? ഏസിനെ മാറ്റി വെക്കണ്ടേ? എന്നിട്ട് അതിനകത്ത് ഒരെണ്ണം എടുക്കണം. ഏസ് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു? 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 4 ഏസ്. ബാക്കി എത്ര വന്നു? ബാക്കി 48 മറ്റേ അല്ലാത്ത കാർഡ്സുകൾ. ബാക്കി കാർഡ്സുകൾ 48 എണ്ണം മാറ്റി വെച്ചു. 4 ഏസ് മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് എക്സാക്ട്ലി 1 ഒന്നേ എടുക്കാവൂ. ഇതിനകത്ത് ഒന്നെടുത്തു. പിന്നെ ഇതിനകത്ത് നിന്ന് എത്ര എടുക്കണം? നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് എത്ര വേണ്ടത്? 5 കാർഡ് കോമ്പിനേഷൻ ആണ് വേണ്ടത്. 5 കാർഡാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഒന്നെടുത്ത് കഴിഞ്ഞു. ഇവിടെ എന്തെടുക്കണം? 4 എടുക്കണം. അപ്പൊ ആക്ച്വലി നമ്മൾ ചെയ്തത് എന്താണ്? 4ൽ നിന്ന് ഒന്നെടുത്തു, 48ൽ നിന്നും 4 എടുത്തു. അപ്പൊ അങ്ങനെ കണ്ടീഷൻ അനുസരിച്ച് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പം 52 കാർഡ്സ് ഉണ്ടായിരുന്നു. അതിനെ 4 ഏസും ബാക്കി മാറ്റി വെച്ചു. 4 ഏസിൽ നിന്ന് 1 എടുത്ത് സെലക്ട് ചെയ്തു. 48ൽ നിന്ന് 4 സെലക്ട് ചെയ്തു. അങ്ങനെ 5 കാർഡ് കോമ്പിനേഷൻ ആക്കി. അപ്പൊ ഇവിടുത്തെ സെലക്ഷൻ എങ്ങനെ എഴുതാം? നമുക്ക് 4C1 ചെയ്തു, 48C4 ചെയ്തു അല്ലെ? 48ൽ നിന്ന് 4 സെലക്ട് ചെയ്തു. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്തു ഇൻറ്റു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. ഈ ഒരൊറ്റ ലൈൻ, അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കിയിട്ട് 4C1 × 48C4. അപ്പൊ 4C1ന്റെ ആൻസർ എത്രയാണ്? 4 ആണ് അല്ലെ? 1 ആണല്ലോ ചെറിയ നമ്പർ. 4 മാത്രം. 4/1 ആണ് ആൻസർ. ഇൻറ്റു 48C4 48 × 46 × 47 അല്ലേ? 47 × 46 × 45 ഡിവൈഡഡ് ബൈ 1 × 2 × 3 × 4. അപ്പൊ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ഈസ് 778,320. ഇത്രയും രീതിയിൽ നമുക്ക് ഈ 5 കാർഡ് കോമ്പിനേഷൻ ചെയ്യാം. 7th question. In how many ways can one select a cricket team of 11 from 17 players in which only 5 players can bowl if each cricket team of 11 must include exactly 4 bowlers? നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി വേണം സെലക്ഷൻ നടത്താൻ. അതായത് 17 പ്ലേയേഴ്സ് ടോട്ടൽ ഉണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് 11 പ്ലേയേഴ്സിനെയാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെ? ഹൗ മച്ച് one can select a cricket team of 11 from 17 players. അപ്പൊ ഇതാണ് സെലക്ഷൻ. പിന്നെ എന്തുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് 17 players in which only 5 players can bowl. ഈ 17ല് 5 പേർക്ക് മാത്രമേ ബൗൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബൗളേഴ്സ് ആണ് ഇവിടെ 5 പേര്. 5 players can bowl if each cricket team of 11 must include exactly 4 bowlers. അപ്പൊ നമ്മൾ ഈ 11 വെറുതെ സെലക്ട് ചെയ്താൽ പോരാ, ആ 11നകത്ത് 4 ബൗളേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതാണ് കണ്ടീഷൻ. എക്സാക്ട്ലി 4 ബൗളേഴ്സ് അല്ലെ? എക്സാക്ട്ലി 4 ബൗളേഴ്സ് ഉണ്ടായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇതിന്റെ സെലക്ഷൻ നമ്മൾ സാധാരണ നമ്മുടെ മുമ്പിലോട്ടാണ് ഇങ്ങനെ ആൾക്കാരെ സെലക്ട് ചെയ്യാനുള്ള പ്രോസസ്സ് വരികയാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിലോട്ട് വരികയാണ്. നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഒരു സെലക്ഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പൊ എത്ര രീതിയിൽ സെലക്ഷൻ നടത്താം എന്നാണ് ക്വസ്റ്റ്യൻ. എന്നാലും ഒരു രീതിയിൽ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പൊ 17നകത്ത് ഈ 5 പേരെ മാറ്റി നിർത്തും അല്ലെ? ഈ 5 പേരെ മാറ്റി നിർത്തി അവരിൽ നിന്നും 4 പേരെ സെലക്ട് ചെയ്തിട്ട് ബാക്കി സെലക്ഷൻ നടത്തും. എങ്ങനെയാണല്ലോ. അപ്പൊ 17ൽ നിന്ന് 5 മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 12. ആ 12ൽ നിന്ന് നമുക്ക് എത്ര സെലക്ട് ചെയ്യണം? 5ൽ നിന്ന് 4 പേരെ സെലക്ട് ചെയ്ത് വെച്ചു. ഇനി ഇവിടുന്ന് കൂടെ ചേർത്ത് എത്ര പേരാണ് ടോട്ടൽ? 11 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 7. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സെലക്ഷൻ നടത്തേണ്ടത്. ആൻസർ ഈസ്, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം വേണമെങ്കിൽ, 2 സ്റ്റെപ്പായിട്ട് എഴുതാം. സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. 4 bowlers can be selected from 5 players and 7 players can be selected from remaining 12 players. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് സെലക്ഷൻ ഈസ് 5C4 × 12C7 എന്ന് എഴുതാം. അപ്പൊ അതിന്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം ആൻസർ വരുന്നത് 5 × 792.
5 into 792 which is equal to 3960. 3960 ways നമുക്ക് ഈ സെലക്ഷൻ നടത്താൻ. Next question, a bag contains 5 black and 6 red balls. Determine the number of ways in which 2 black and 3 red balls can be selected. A bag contains 5 black and 6 red balls. അപ്പോൾ ഒരു ബാഗിനകത്ത് 5 ബ്ലാക്കും 6 റെഡും ഇരിക്കുകയാണ്. നമുക്കിത് സെലക്ട് ചെയ്യണം. നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 2 ബ്ലാക്ക്, 2 ബ്ലാക്കിൽ നിന്ന് 2 എടുക്കണം അല്ലെ, 2 ബ്ലാക്ക് ആൻഡ് 3 റെഡ് ബോൾസ്, 6 3 റെഡ് ബോൾസും എടുക്കണം. എങ്ങനെയാണ് സെലക്ഷൻ നടത്തേണ്ടതാണ് ക്വസ്റ്റ്യൻ. കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും അല്ല ഇതിനകത്ത്. 5ൽ നിന്ന് 2 എടുക്കുക, 6ൽ നിന്ന് 3 എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം 5C2 into 6C3. ഓക്കെ, അപ്പൊ 5C2ന്റെ ആൻസർ എന്താണ് വരുന്നത്? 5 into 4 divided by 1 into 2 into 6C3. 6C3 എന്ന് പറഞ്ഞാൽ 6 into 5 into 4 divided by 1 into 2 into 3. നമുക്കിവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്യാം, ഇതങ്ങ് പോകും. ദാറ്റ് ഈസ് 10 into 20. 200 ways it can be selected. Next question, in how many ways can a student choose a program of 5 courses if 9 courses are available and 2 specific courses are compulsory for every student? നമ്മുടെ ക്വസ്റ്റ്യൻ, ഒരു സ്റ്റുഡൻറ്റിന് പ്രോഗ്രാം ചൂസ് ചെയ്യണം. ആകെ 9 കോഴ്സ് ഉണ്ട്. പ്രോഗ്രാം ഓഫ് 5 കോഴ്സ്, 5 കോഴ്സിന്റെ ഒരു പ്രോഗ്രാം. ഓക്കെ, അതാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. 5 ആണ് സെലക്ട് ചെയ്യേണ്ടത്. എവിടെ നിന്ന്? 9 കോഴ്സസ് ആകെയുണ്ട്. 9 കോഴ്സസിൽ നിന്ന് 5 കോഴ്സസ് സെലക്ട് ചെയ്യണം. പക്ഷേ അത് 9C5 എന്ന് എഴുതാൻ പറ്റില്ല. നമുക്ക് അതിനൊരു കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. 9 കോഴ്സസ് ആർ അവൈലബിൾ ആൻഡ് 2 സ്പെസിഫിക് കോഴ്സസ് ആർ കമ്പൽസറി. ഈ 9നകത്ത് 2 എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. കമ്പൽസറി എന്ന് പറഞ്ഞാൽ അത് അതേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ 9നകത്ത് 2 കമ്പൽസറി ആണ്, ആ 2ഉം സെലക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 9നെ നമുക്ക് 2ഉം 7ഉമാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. കാര്യം ഈ 2 എടുത്തേ പറ്റൂ, ആ 2ൽ നിന്ന് 2ഉം എടുത്തേ പറ്റൂ, 2 കമ്പൽസറി ആണ്. അപ്പൊ അവിടുത്തെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ 2C2, 1 ആണ് ആൻസർ. ഒരു ഒറ്റ രീതിയിൽ ചെയ്യാൻ പറ്റൂ, അതാണ് അങ്ങനെ പറഞ്ഞത്. 2C2 പ്ലസ് ഈ 7ൽ നിന്ന് എത്ര എടുക്കണം? നമുക്ക് ടോട്ടൽ 5 മതി, 5 കോഴ്സാണ്. അപ്പൊ 7ൽ നിന്ന് 3 എടുക്കണം. ഓക്കെ, അപ്പൊ 7C3 വേസിൽ അത് ഫില്ല് ചെയ്യാം. അപ്പം നമ്പർ ഓഫ് സെലക്ഷൻ ഈസ് 2C2 into 7C3. That is 1 into 7 into 7 into 6 into 7, 6 into 5 divided by 1 into 2 into 3 is equal to 35. 35 is the answer. നമുക്ക് ഇവിടെ സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതാം. സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങൾ എഴുതി കഴിഞ്ഞ ഒരു ചെറിയൊരു പാരഗ്രാഫ് പോലെ. There are 9 courses in which 2 are compulsory. Remaining 7 courses are there. 7 courses നിന്ന് നമുക്ക് 3 courses സെലക്ട് ചെയ്യണം. അങ്ങനെ അത് ഈ ഒരു സെലക്ഷൻ, നമ്പർ ഓഫ് സെലക്ഷൻ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാം. ഈ ക്വസ്റ്റ്യൻ ഒരു മിസ്ലേനിയസ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ കോമ്പിനേഷൻസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുക. കാര്യം ഈ പറയുന്ന ക്വസ്റ്റ്യൻസ്, എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കത്തില്ല നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ചിലപ്പോൾ ഒരേപോലെ ചോദിച്ചേക്കാം, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം വേറെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാനും അതിൻ്റെ സെലക്ഷൻ ആയിട്ടുള്ള കോമ്പിനേഷൻ എടുക്കാനും ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണമെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് അതുപോലെ വർക്ക്ഔട്ട് ചെയ്തേ പറ്റും. അപ്പോൾ മിസ്ലേനിയസ് എക്സസൈസിലെ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. എ കമ്മിറ്റി ഓഫ് 7 ഹാസ് ടു ബി ഫോംഡ് ഫ്രം 9 ബോയ്സ് ആൻഡ് 4 ഗേൾസ്. ഇൻ ഹൗ മെനി വേസ് can this be done with when the committee consists of exactly 3 girls, at least 3 girls, at most 3 girls. അപ്പോൾ ഈ 1, 2, 3 എന്ന് പറയുന്നത് കണ്ടീഷൻസ് ആണ്. നമുക്കവിടെ ചെയ്യേണ്ടത് 7 പേരെ സെലക്ട് ചെയ്യണം, 9 ബോയ്സിനും 4 ഗേൾസിനും. 9 ബോയ്സ് പ്ലസ് 4 ഗേൾസ്, അതിനകത്തുനിന്ന് 7 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനകത്ത് കണ്ടീഷൻ പറയുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ എക്സാക്ട്ലി 3 ഗേൾസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എഴുതാം, 7 ആൾക്കാരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എക്സാക്ട്ലി 3 ഗേൾസ് എന്ന് പറയുമ്പോൾ 4 ഗേൾസിൽ നമുക്ക് 3 ഗേൾസിനെ സെലക്ട് ചെയ്യണം. ബാക്കി 7 ആണെങ്കിൽ ബാക്കി 4 ബോയ്സ് ഉണ്ട്. 4 ബോയ്സിനെ എവിടെ നിന്ന് സെലക്ട് ചെയ്യണം? 9 ബോയ്സിൽ നിന്നും സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ഷൻ ഈസ് നമ്പർ ഓഫ് സെലക്ഷൻ. നമ്പർ ഓഫ് selection is 9C4 into 4C3. That is 9 into 8 into 7 into 6.
by 1 into 2 into 3 into 4 into 4C3 യുടെ ആൻസർ 4 ആണ്. 4 by 1. ദാറ്റ് ഈസ് ഇവിടെ ഒന്ന് ക്യാൻസൽ ചെയ്യാം നമുക്ക്. 4 2 8 3ഉം 6ഉം 2. അപ്പം അങ്ങനെയൊക്കെ ക്യാൻസൽ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 504 504 ആണ് ആൻസർ വരുന്നത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 3, അറ്റ്ലീസ്റ്റിന്റെ മീനിങ് എന്താണ്? 3 എങ്കിലും ഉണ്ടായിരിക്കണം. 3 എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ആകെ 4 ഗേൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 എങ്കിലും 3 ആകാം അല്ലെങ്കിൽ 4 ആകാം. അപ്പൊ രണ്ടാമത്തെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് മീൻസ് 3 ഗേൾസ് ഓർ 4 ഗേൾസ്. അപ്പൊ 3 ഗേൾസ് ചെയ്ത സെലക്ഷൻ നമ്മളിപ്പോ ചെയ്തു. 504 ആൻസർ വന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ 4 ഗേൾസിനെ നോക്കാം. 4 ഗേൾസിനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. 9 ബോയ്സും 4 ഗേൾസും. അതിനകത്ത് 4 ഗേൾസിൽ നിന്നും 4 ഗേൾസിനെയും സെലക്ട് ചെയ്യുന്നു. ബാക്കി നമുക്ക് 3 ആണ്. 3 നമ്പേഴ്സ് 3 ബോയ്സ് ആയിരിക്കണം. അത് 9ൽ നിന്ന് സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ഷൻ ഈസ് 9C3 into 4C4. That is 9 into 8 into 7 by 1 into 2 into 3 into 4C4 ന്റെ ആൻസർ 1. ആൻസർ ഈസ് 84 ways. 84 ആണ് വരുന്നത്. 84 രീതിയിൽ നമുക്ക് 4 ഗേൾസിനെ സെലക്ട് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും ഓറിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓർ ആണെങ്കിൽ എന്ത് വേണം? പ്ലസ് വേണം അല്ലെ. 3 ഗേൾസ് ഓർ 4 ഗേൾസ് അതിന്റെ സെലക്ഷൻ 3 ഗേൾസ് number of selections when 3 girls or 4 girls is 3 girls നമ്മളൊക്കെ പറഞ്ഞിരുന്നു 504. 4 girls ഇപ്പൊ കണ്ടുപിടിച്ചു 84. ഇപ്പൊ രണ്ടുകൂടെ ആഡ് ചെയ്ത് വെക്കാം. ഇപ്പൊ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 588 588. അടുത്തത് അറ്റ്മോസ്റ്റ് 3 ഗേൾസ് ആണ്. അറ്റ്മോസ്റ്റിന്റെ മീനിങ് എന്താണ്? അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വരെ. 3 ഗേൾസ് എന്ന് പറഞ്ഞാൽ 3 വരെ. 3 കൂടാൻ പാടില്ല. അപ്പൊ 3 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് 0 ഗേൾസ് തൊട്ട് തുടങ്ങാം. 0 ഗേൾസ് 1 girl 2 girls 3 girls. അപ്പൊ ഇത് ഓരോ കേസിന്റെയും സെലക്ഷൻസ് കണ്ടുപിടിക്കുക. 0 ആണെങ്കിൽ 4ൽ നിന്ന് നമുക്ക് ഒന്നും സെലക്ട് ചെയ്യാനില്ല. 4C0. അപ്പൊ 9 4C0യുടെ ആൻസർ 1 ആണ്. നമ്മൾ NC0യുടെ ആൻസർ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 into 9C ബോയ്സ്. ബോയ്സ് ഒന്നിൽ നിന്ന് തന്നെ 7 പേരെയും സെലക്ട് ചെയ്യണം. അപ്പൊ 9C7 ആണ്. 9C7 into 4C0 ആരെയും സെലക്ട് ചെയ്തില്ല. 9C7ന്റെ ആൻസർ എത്ര വരും? 9 into 8 by 1 into 2 into 1. That is 9 4 36. 36 ways ആണ് 0 ഗേൾസിന്റെ ആൻസർ. ഈ 1 ഗേൾ ആണ് സെലക്ട് ചെയ്യുന്നെങ്കിലോ 9 ബോയ്സ് പ്ലസ് 4 ഗേൾസ് എഴുതി വെക്കാം. അതിനകത്ത് നമുക്ക് 1 ഗേൾ ആണ് സെലക്ട് ചെയ്യേണ്ടത്. 6 ബോയ്സെ സെലക്ട് ചെയ്യാൻ പറ്റൂല. രണ്ടോട് ചേർത്ത് 7 പേര്. അപ്പം സെലക്ഷൻ വരുന്നത് 9C6 into 4C1. അതിന്റെ ആൻസർ വരുന്നത് 9C6 into 4C1ന്റെ ആൻസർ 336. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. 336 വരും. ഈ 2 ഗേൾസിന്റെ ആൻസർ വരുന്നത് നമ്മളതെങ്ങനെയാണ് ചെയ്യുന്നത്? 2 ഗേൾസ് ആവുമ്പോൾ 4ൽ നിന്ന് 2 സെലക്ട് ചെയ്യണം. അതുപോലെ ബാക്കി 5 ബോയ്സ് ഉണ്ട്. അത് 9ൽ നിന്ന് സെലക്ട് ചെയ്യണം. 9C5 into 4C2. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 756. 756 756. 3 ഗേൾസിന്റെ നമ്മൾ നോക്കിയതായിരുന്നു. നമുക്ക് ആൻസർ കിട്ടിയത് 504 ആയിരുന്നു. അപ്പൊ ഇതെല്ലാം ഈ അറ്റ്മോസ്റ്റിനകത്തുള്ളതാ. ഇതല്ല 0 ഓർ 1 ഗേൾ ഓർ 2 ഗേൾസ് ഓർ 3 ഗേൾസ്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് വെക്കണം. അപ്പം മൂന്നാമത്തെ ആൻസർ ആയിട്ട് നമ്പർ ഓഫ് സെലക്ഷൻസ് വെൻ അറ്റ്മോസ്റ്റ് 3 ഗേൾസ് ഈസ് 36 plus 336 plus 756 plus 504 is equal to 1632. അപ്പൊ ഇങ്ങനെ ഓറിട്ട് വരുമ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എഴുതാം.